നമസ്കാരം, ഞാൻ ഹഫ്നീത്ത. എൻ്റെ ഡെലിവറി ജൂലൈ 23 കഴിഞ്ഞു. പോസ്റ്റ് നേറ്റൽ കെയറിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ പാലാരിവട്ടമാണ്. ഇവിടുത്തെ സർവീസിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഞാൻ ഓഗസ്റ്റ് 4 ഇവിടെ വന്ന് കയറിയത്. ഐ മീൻ അപ്പോയിൻമെൻ്റ് എടുത്തത്. അന്ന് മുതൽ ഇപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 14 ഇന്ന് വരെയുള്ള ട്രീറ്റ്മെൻറ്റിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. തുടക്കം മുതലേ നമുക്കൊരു ആയ സർവീസ് ഈ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ടിൽ 4 o'clock നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഈവൻ ഇപ്പോൾ ബൈസ്റ്റാൻഡർ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇവർ പറഞ്ഞാൽ ബൈസ്റ്റാൻഡർ നൈറ്റും അവർ അറേഞ്ച് ചെയ്ത് തരും. ഇപ്പോൾ എൻ്റെ കൂടെ മദർ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ അത് ചൂസ് ചെയ്തില്ല. അപ്പോൾ ടിൽ 4 o'clock ഇവരുടെ സർവീസ് എനിക്കുണ്ടായിരുന്നു. ലിൻഡ ചേച്ചി ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ചേച്ചിയുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു, എനിക്കും കുഞ്ഞിനും. പിന്നെ വേദകുളി, വേദക്കിഴി, പിന്നെ ലേപനം, ഇതെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വന്ന് റൂമിൽ ഫുഡ്, അതും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആവശ്യമായ ആഹാരങ്ങളെല്ലാം ഇവർ തരുന്നുണ്ട്. സോ ഒരു പേടിയും കൂടാതെ നമുക്ക് നമ്മുടെ വീട്ടിലെ പോലെ തന്നെ നിൽക്കാൻ പറ്റി. പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫിൻ്റെ ഒക്കെ ഇടപെടലാണെങ്കിലും എല്ലാം നല്ലതായിരുന്നു. ത്രൂ ഔട്ട് നമുക്ക് കൺസൾട്ടേഷൻ, മോർണിംഗ് പിന്നെ ഈവനിങ് ഒക്കെ ഡോക്ടർ സപ്പോർട്ടും ഉണ്ട്. എല്ലാവരും വന്ന് അന്വേഷിക്കും. അപ്പോൾ അതൊക്കെ നല്ല ഇതായിരുന്നു. അവർ എന്തൊരു ചെറിയ കാര്യങ്ങളാണെങ്കിലും വന്ന് ത്രൂ ഔട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ഒരു കാര്യമായി തോന്നി. സോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ഈ 11 days ട്രീറ്റ്മെൻറ്റിന്. ഇനി നിങ്ങൾക്കിതിനകത്ത് ഇവരെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാലാരിവട്ടം കണ്ടംകുളത്തി ഉറപ്പായിട്ടും ചൂസ് ചെയ്യാം. താങ്ക് യു.